ഇപ്പോൾ ഗ്ലോബൽ വാർമിംഗ് പ്രൂവ് ചെയ്തിട്ടുള്ള ഇങ്ങനെ സംഭവം ലോകത്തില്ല എന്നാണ്. നമ്മുടെ മൂൺ മിഷൻ എന്ന് പറയുന്നത് പോലും ഒരു ഫേക്ക് ആണെന്നാണ് ലോകം ഇന്നും വിശ്വസിക്കുന്നത്. പോയിട്ടില്ല എന്നല്ലേ? മൂൺ ലാൻഡിങ് കഴിഞ്ഞിട്ട് എത്ര വർഷമായി? ഇപ്പോൾ 2025 എന്ന് പറയുന്നത് 55, 60, 70 വർഷം മുമ്പ് അവിടെ പോയി എന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അതിന് പറ്റുന്ന ഒരു റോക്കറ്റ് ഉണ്ടാക്കാൻ പറ്റി ആൾക്കാരെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നാച്ചുറലായിട്ട് ചോദിക്കേണ്ട ഒരു ചോദ്യമല്ലേ, പിന്നെന്തേ പോകാതിരുന്നത്? അമേരിക്ക കാശില്ലാത്തതുകൊണ്ടാണ് പിന്നെ മിഷൻസ് ഒന്നും നടത്താതിരുന്നത്. എന്തേ പിന്നെ ആരും മൂണിൽ പോയില്ല? അവിടെ അന്നിട്ട് പോയ ഷൂ ഇപ്പോൾ കാണാനില്ലാത്തതുകൊണ്ടാണ്? അല്ല അന്നത്തെ ഫ്ലാഗ് കാണാണ്ടായതാണോ? അല്ല അന്നത്തെ വെഹിക്കിൾ കാണാണ്ടായതാണോ? അന്നത്തെ കോട്ടില്ലാത്തതുകൊണ്ടാണോ? ഇതൊക്കെ വേണ്ട. 200 കിലോമീറ്റർ ദൂരെയുള്ള സയൻറ്റിസ്റ്റിനെ താഴത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തിനാ എത്രയും സമയം കാത്തിരിക്കേണ്ടി വന്നത്? പണ്ട് മൂണിൽ അയച്ചിട്ടുള്ള കേപ്പബിലിറ്റി ഉള്ളവളാണെങ്കിൽ അത് സാധാരണ ലോജിക്ക്. സെക്കൻഡ് പറയാം, അവിടെ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു മൂൺ ലാൻഡിങ് മിഷൻ എന്ന് പറഞ്ഞൊരു മിഷൻ അയക്കുമ്പോൾ ലോകം ഫുൾ ഉറ്റുനോക്കുകയാണ്. നമ്മുടെ ചന്ദ്രയാനൊക്കെ നടക്കുന്ന സമയത്ത് അമേരിക്ക അടക്കം ക്ലാപ്പ് ചെയ്തില്ലേ, ഗ്രേറ്റ് എന്ന് പറഞ്ഞിട്ട്. പണ്ട് 60 കൊല്ലം, 65 കൊല്ലം മുമ്പ്, 69 കൊല്ലം മുമ്പ് ഇങ്ങനെ അയച്ചൊരു സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ എന്തിനാണ് അവർ ഇത്ര അത്ഭുതപ്പെടുന്നത്? അന്ന് ഉള്ള ഫുട് പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പടങ്ങളും ഒക്കെ തിരിച്ചു ചോദിക്കുന്ന സമയത്ത് നാസ തന്നെ പറയുന്നു അതിപ്പില്ല, ഞങ്ങളുടെ കയ്യിൽ കട്ടുകൊണ്ടുപോയി എന്നാണ്. അപ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ ഇത് ലോകത്തിൽ പലപ്പോഴും ഈ സയൻസിലും ടെക്നോളജിയിലുള്ള ഡെവലപ്മെൻറ്റ് കോമ്പറ്റീഷനായിട്ട് മാറുന്നൊരു കാലം. അത് അമേരിക്ക ഒരു ഭാഗത്തും റഷ്യ ഒരു ഭാഗത്തും തമ്മിലുള്ള കോമ്പറ്റീഷൻസ്, അത് നടക്കുമ്പോൾ ഉണ്ടാവുന്ന ചില പ്രതിഫലനങ്ങളാണ് ഇത്തരം പൊള്ളക്കഥകളൊക്കെ പറഞ്ഞ് നടക്കുന്നതെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം ചില കോൺഫറൻസുകളിലൊക്കെ അവരെ നന്നായിട്ട് പരിഹസിച്ചുകൊണ്ട് പറയാറുള്ളത് എന്താ അറിയോ? 10-70 കൊല്ലം മുമ്പ് നിങ്ങൾ പോയിട്ടുള്ളിടത്ത് 50 കൊല്ലം കഴിയുമ്പോൾ ഞങ്ങൾ പോവും, അത് കഴിഞ്ഞൊരു 100 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്ക് പോകാൻ പറ്റുമോ എന്ന് ശ്രമിച്ചോളൂ എന്ന് പറയും. അപ്പം അങ്ങനെ പരിഹസിക്കാറുണ്ട്. ഇതൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന മണ്ടന്മാരായിട്ടുള്ള ആൾക്കാരായി മാറുന്നു. ഇതൊക്കെ സയൻസാണ്, കാരണം സയൻസ് അങ്ങനെയാണല്ലോ എന്നാണ് പറയുക. അപ്പോൾ മൂൺ ഹോക്സ് എന്ന് പറഞ്ഞിട്ട് തപ്പി നോക്കിയാൽ കാണാം ഇതൊക്കെ തട്ടിപ്പാണെന്ന് പലരും. ഇപ്പോൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നൊരു സംഭവം നമ്മളൊക്കെ ആഘോഷിക്കാറുണ്ട്. ഗ്ലോബൽ വാർമിംഗ് സ്വിൻഡൽ എന്ന് പറഞ്ഞിട്ട് സിനിമയുണ്ട്. അത് ബ്രിട്ടീഷുകാർ ഇറക്കിയിട്ടുള്ള കുറേ സയൻറ്റിസ്റ്റുകളുടെ ഇൻ്റർവ്യൂ ചെയ്തതിൽ അവർ പ്രൂവ് ചെയ്തിട്ടുള്ള ഇങ്ങനെ സംഭവം ലോകത്തില്ല എന്നാണ്. അപ്പോൾ അന്റാർട്ടിക്കയിൽ ഐസ് ഉരുകുന്നതാ? അത് ഉരുകും, ചിലപ്പം കട്ടിയാവില്ല. അതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇത് ഞാൻ ചോദിക്കുന്നത്, ഗ്ലോബൽ വാർമിംഗ് എന്നത് വളരെ ഫേമസ് ആയിട്ട് മാറിയത് ദ ഇൻകൺവീനിയൻറ്റ് ട്രൂത്ത് എന്ന് പറയുന്നൊരു സിനിമ വന്നതിന് ശേഷമാണ്. ആ സിനിമ ഇറക്കിയിട്ടുള്ളത് പഴയ വൈസ് പ്രസിഡൻ്റ് ആയിട്ടുള്ള അൽഗോറാണ്. ഇതൊക്കെ നിങ്ങൾ വായിച്ച് പഠിക്കണം. അപ്പോൾ മനസ്സിലാവും അൽഗോർ എന്ന് പറയുന്ന വൈസ് പ്രസിഡന്റ് സയൻറ്റിസ്റ്റ് അല്ല, ഒരു പൊളിറ്റീഷ്യനാണ്. ആ വൈസ് പ്രസിഡന്റ് ഒരു സിനിമ ഇറക്കിയത് കൊണ്ട് നോബൽ സമ്മാനം കിട്ടിയ ആളാണ്. ആ സിനിമ ഫേമസ് ആയതുകൊണ്ട് ലോകത്തിലെല്ലാവരും പറഞ്ഞു ഗ്ലോബൽ വാർമിംഗ് ഉണ്ടെന്ന്. അപ്പം ഗ്ലോബൽ വാർമിംഗ് കാരണം തോള ഉണ്ടാകുന്നു പറയുന്നതൊക്കെ. അത് മാത്രമല്ല, ഗ്ലോബൽ വാർമിംഗിൽ MSc കോഴ്സ് പോലും തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഇവരൊക്കെ പഠിപ്പിക്കുന്നത് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടെന്നാണ്. ഈ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് തെറ്റാണ്. ഈ ഗ്ലോബൽ വാർമിംഗ് ഉള്ളതുകൊണ്ട് മഴയില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പം വളപട്ടണം പുഴയിൽ അവിടുന്ന് കുറേ മരം മുറിച്ചിട്ടാണ് നമ്മൾ പ്ലൈവുഡ് ഉണ്ടാക്കുന്നത്. പണ്ട് കേരളത്തിലുള്ള ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാർ പോയിട്ട് മാപ്പിളയോട് പറഞ്ഞു, മാപ്പിള നിങ്ങൾ മരം മുറിച്ചുകൊണ്ടാണ് മഴയില്ലാത്തതെന്ന്. തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, പിന്നെ എങ്ങനെയാ മാഷ കടലിൽ മഴ പെയ്യുന്നത്, നിങ്ങൾ അറിഞ്ഞോ ഇതുവരെ? അവിടെ മരമൊന്നും ഇല്ലല്ലോ അല്ലേ? മനസ്സിലായോ? അപ്പോൾ ആ മരം മുറിച്ചിട്ട് മഴയില്ലാണ്ടാവുന്നത്. അപ്പോൾ ഈ ചൂട് കൂടുമ്പോൾ വെള്ളം ആവിയായിട്ട് പോകും. ആവിയായിട്ട് പോയ ഒരു വെള്ളത്തിനും താഴെ വരാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ താഴത്ത് വരുമ്പോൾ മഴയാവും. അപ്പോൾ ചൂട് കൂടിയാൽ മഴ കൂടുമോ ഇല്ലയോ? മഴ കൂടണം. ഇനി മഴ കൂടുന്ന സമയത്ത് കുറേ ചെടികൾ വളരുമോ ഇല്ലയോ? വളരും. ചെടികൾക്ക് എന്താ വേണ്ടത്? കാർബൺ ഡയോക്സൈഡ്. വണ്ടി ഓടിയാൽ എന്താ ഉണ്ടാവുക? കാർബൺ ഡയോക്സൈഡ്. അപ്പോൾ വണ്ടി ഓടുമ്പോൾ ചെടികളൊക്കെ സന്തോഷിക്കല്ലേ ചെയ്യാം? അപ്പൊ ഈ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ അല്ല, കാർബൺ ഡയോക്സൈഡ് ആണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ പറഞ്ഞതിൽ തെറ്റുണ്ട്. കാർബൺ മോണോക്സൈഡ് അത് വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. കാർബൺ ഡയോക്സൈഡ് ആണ് കൂടുതൽ ഉണ്ടാവുള്ളൂ. നമ്മളെന്താ ചെയ്യണത്? വായു എടുക്കുന്ന സമയത്ത് ഓക്സിജൻ കണ്ടന്റ് ഉള്ളതിനെ മാറ്റി ഓക്സിജൻ എടുത്തിട്ട് കാർബൺ ഡയോക്സൈഡ് പുറത്തു വിടലായിരുന്നു. എയർ എടുത്തിട്ട് എയർ പുറത്തു വിടും. എയർ എടുക്കുന്ന സമയത്ത് കാർബൺ ഡയോക്സൈഡ് കുറവും ഓക്സിജൻ കൂടുതലും. എയർ പുറത്തു വിടുമ്പോൾ 0.4% കാർബൺ ഡയോക്സൈഡ് എന്നുള്ളത് 4.4 ആയിട്ട് മാറും. 20% ഓക്സിജൻ എന്നുള്ളത് കുറഞ്ഞിട്ട് 16% ആവും. ഈ 4% ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് ആയിട്ട് മാറും. നമ്മൾ ദുഷ്ട മനസ്സായതും ദുഷ്ട ശരീരമൊക്കെ ആയതുകൊണ്ട് നല്ലതാണെങ്കിൽ അങ്ങനെയൊന്നും മാറില്ല. ഇതിനെ ക്ലീൻ ചെയ്യുമ്പോഴാണ് ഈ മാറ്റം ഉണ്ടാകുന്നത്. അങ്ങനെയാണല്ലോ വരുന്നത്.
അപ്പോൾ ഏറ്റവും കൂടുതൽ ലോകത്തെ പൊല്യൂട്ട് ചെയ്യുന്നത് മനുഷ്യന്മാരല്ലേ? അപ്പോൾ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാക്കുന്നത് വെഹിക്കിളാണോ മനുഷ്യനാണോ? മനുഷ്യൻ. നമ്മളും ചെയ്യുന്നുണ്ട് ഇത് എല്ലാം പ്രകൃതിയുടെ ഭാഗമാണ്. ലൈവ് എർത്ത് എന്നാണ് പറയുക. ഇതിലൊന്നും ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഈ വലിയ പ്രതിഭാസത്തിൽ ചെറിയ കോൺട്രിബ്യൂഷൻസ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണ പറയാറുള്ളത് വെഹിക്കിളുകൾ പൊല്യൂട്ട് ചെയ്യുന്നു. ഇതൊക്കെ ഒരു ഇൻ്റർനാഷണൽ കോൺസ്പിറസിയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ 6 മാസം കൂടുമ്പോഴും ഗവൺമെൻറ്റിന് 30 റുപ്യ 60 റുപ്യ കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പൊല്യൂഷൻ ഇല്ലാണ്ടായോ? ഇനി ഇത് കഴിയുമ്പോൾ ഉണ്ടായിരുന്ന മെത്തേഡ് എന്താ അറിയോ? കാർബൺ ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ട്രേഡ് കേട്ടിട്ടുണ്ടോ? ആ കാർബൺ ട്രേഡിംഗ് എന്ന് പറഞ്ഞ അർത്ഥം ഇയാൾ ഓടിക്കുന്ന വണ്ടിയിൽ പൊല്യൂഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. 2 വണ്ടി ഓടിച്ചാൽ 10 യൂണിറ്റാണ് ഉണ്ടാക്കുന്നത് പൊല്യൂഷൻ പെർമിറ്റഡ്. 2 വണ്ടി ഉണ്ട് വീട്ടിൽ, രണ്ടും കൂടി ചേർന്നാൽ 10 യൂണിറ്റ്. അപ്പോൾ ഓരോ വെഹിക്കിളിനും 5 യൂണിറ്റ് ഉണ്ടാക്കാം. പക്ഷേ ഇയാൾ സ്ഥിരമായിട്ടൊരു വണ്ടി ഉപയോഗിക്കാതെ മറ്റേ വണ്ടി മാത്രം ഉപയോഗിച്ചാലോ? അത് ഹൈലി പൊല്യൂട്ടിങ് ആയാലും നിങ്ങൾക്ക് ആർഗ്യൂ ചെയ്ത് നിൽക്കാം. രണ്ടും കമ്പൈൻഡ് ആയിട്ട് ഞാൻ കൂടെയല്ലേ ചെയ്യുന്നത്. എനിക്ക് രണ്ടും നല്ല വണ്ടിയാന്ന് വിചാരിക്കാം. അപ്പോൾ എൻ്റെ അയൽവാസിക്ക് ഞാനൊരു കോൺട്രാക്ട് ഒപ്പിടും. നിങ്ങൾ വണ്ടി ഓടിച്ചോ, പക്ഷേ എൻ്റെ പൊല്യൂഷൻ്റെ കോൺട്രിബ്യൂഷൻ നിങ്ങളിൽ ആഡ് ചെയ്തിട്ട് നിങ്ങളുടെ പൊല്യൂഷൻ കുറച്ചിട്ട് നിങ്ങൾ കുറച്ച് കാണിക്കും. ഇങ്ങനെ ഫാക്ടറികൾ ചെയ്യുന്ന ബിസിനസ്സിനെയാണ് കാർബൺ ട്രേഡിംഗ് എന്ന് പറയുന്നത്. പൊല്യൂഷൻ ചെയ്യുന്നതിൻ്റെ അളവ് വെച്ചിട്ട് പോലും ബിസിനസ് നടത്തുന്ന അമേരിക്കൻ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഇടയിലാണ് നമ്മൾ ഈ ചെറിയ സ്കൂട്ടറിൻ്റെ പണ്ട് കുവൈത്ത് വാറുണ്ടായിരുന്ന സമയത്ത് എണ്ണപ്പാടങ്ങൾ കത്തിയിട്ട് വേൾഡിലുണ്ടായിരുന്ന പൊല്യൂഷൻ്റെ 1000-1 ഇന്ത്യ ഫുൾ ടൈം ഇനി 20 കൊല്ലം ഓടിച്ചാലും പൊല്യൂഷൻ ഉണ്ടാക്കില്ല. അപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ഉണ്ടാക്കിയത് ഏത് രാജ്യമാണ്? കുവൈത്ത് വാറിന് കാരണക്കാരായ അമേരിക്ക. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു വരുന്നത് ഇതൊക്കെ നമ്മൾ ചെയ്യാം, പക്ഷെ നിങ്ങൾ ചെയ്യരുത്. അതുകൊണ്ടാണ് മൻമോഹൻ സിംഗ് കയോട്ടോ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നിടത്ത് ഒപ്പിടാൻ പോകുന്ന സമയത്ത് പറഞ്ഞത് ഇന്ത്യ ഈസ് പൊല്യൂട്ടിങ് ബട്ട് യു ആർ പൊല്യൂട്ടിങ് മച്ച് മോർ. ഇന്ത്യയുടെ പോപ്പുലേഷനിൽ ആകെ പൊല്യൂഷനെ പെർ ക്യാപിറ്റ പൊല്യൂഷനായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിയുള്ള കാൽക്കുലേഷനാണ്. പെർ ക്യാപിറ്റ പെർ ഹെഡ് ഓരോരാളുടെയും പോപ്പുലേഷൻ എടുത്ത് ഡിവൈഡ് ചെയ്ത് ഇന്ത്യ ആകെ പൊല്യൂഷൻ നോക്കുക. നിങ്ങളുടെ പൊല്യൂഷൻ നിങ്ങളുടെ പോപ്പുലേഷനായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ആർ പൊല്യൂട്ടിങ് മോർ, വി ആർ പൊല്യൂട്ടിങ് ലെസ് എന്ന് പറഞ്ഞു.